തമിഴ്നാട്ടിലെ 9ാമത്തെ ജില്ലയായ തഞ്ചാവൂരിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. തിരുവനന്തപുരത്തു നിന്നും തഞ്ചാവൂർ വരെ 506 കിലോമീറ്ററും പുതുക്കോട്ടയിൽ നിന്ന് തഞ്ചാവൂർ വരെ 63 കിലോമീറ്ററുമാണ് ദൂരം. വൈകിട്ട് 4 മണിയോടുകൂടി പുതുക്കോട്ടയിൽ നിന്നും യാത്ര തിരിച്ച് 5:30 തഞ്ചാവൂരിൽ എത്തിച്ചേർന്നു. തമിഴ്നാടിൻ്റെ ഭക്ഷ്യോൽപാദനത്തിൻ്റെ വലിയൊരു ശതമാനം കാവേരിയുടെ തീരത്തുള്ള ഫലഭൂയിഷ്ഠമായ ഭൂപ്രദേശമായ തഞ്ചാവൂരിൻ്റേതായതിനാൽ തഞ്ചാവൂരിനെ റൈസ് ബൗൾ ഓഫ് തമിഴ്നാടു എന്നാണ് അറിയപ്പെടുന്നത്. തഞ്ചൈ എന്നാൽ അഭയാർത്ഥി എന്നാണ് അർത്ഥം. ആദി ദ്രാവിഡ കാലത്ത് വടക്കേന്ത്യയിൽ നിന്നോ ശ്രീലങ്കയിൽ നിന്നോ എത്തിയ അഭയാർത്ഥികൾ കുടിയേറിപ്പാർത്ത സ്ഥലമായതിനാലാണ് തഞ്ചാവൂർ എന്ന പേര് വന്നത്. തഞ്ചനൻ എന്ന അസുരൻ ഈ നഗരത്തിന് ധാരാളം നാശനഷ്ടങ്ങൾ വരുത്തുകയും ആ സമയം ശ്രീ ആനന്ദവല്ലി ദേവിയും മഹാവിഷ്ണുവും ചേർന്ന് തഞ്ചനൻ എന്ന അസുരനെ വധിക്കുകയും മരണസമയത്ത് ഈ നഗരത്തിന് തൻ്റെ പേര് നൽകണമെന്ന് യാചിക്കുകയും അതേ തുടർന്നാണ് തഞ്ചാവൂർ എന്ന പേര് വന്നതുമായാണ് മറ്റൊരു ഐതിഹ്യം. ഈ കാണുന്നതാണ് തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം അല്ലെങ്കിൽ ബിഗ് ടെമ്പിൾ എന്ന് പറയുന്നത്. ഈ ഗ്രാമത്തിൻ്റെ പരമപ്രധാനിയായിരുന്ന തഞ്ചയുടയോർ എന്ന സന്യാസി വര്യൻ്റെ പേരിലുള്ള തഞ്ചയുടയോർ പെരിയ കോയിലാണ് ഇന്നത്തെ ബൃഹദീശ്വര ക്ഷേത്രം അല്ലെങ്കിൽ ബിഗ് ടെമ്പിൾ. കുഞ്ചമല്ലൻ പെരുന്തച്ചൻ എന്ന ശില്പിയാണ് ഈ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തതെന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ചുവരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഏക ക്ഷേത്രമാണ് ബൃഹദീശ്വര ക്ഷേത്രം. ചോള രാജാവായ രാജരാജ ചോളനാണ് ബൃഹദേശ്വര ക്ഷേത്രം പണിയെഴുപ്പിച്ചത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ക്ഷേത്രത്തിന് 216 അടി ഉയരവും 14 നിലകളുമുണ്ട്. 12 വർഷം കൊണ്ടാണ് ഇതിൻ്റെ പണി തീർന്നത്. 8.7 മീറ്റർ ഉയരമുള്ള ശിവലിംഗമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. വടവരു നദിയുടെ തീരത്തുള്ള ഈ ക്ഷേത്രം 44.7 ഏക്കറുകളിൽ വ്യാപിച്ചു കിടക്കുന്നു. പാണ്ഡ്യരാജാവായ രാജരാജ ചോളൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന സതയവിഴ എന്ന ഉത്സവവും ബൃഹൻ നാട്യാഞ്ജലി എന്നറിയപ്പെടുന്ന ഒരു ഡാൻസ് ഫെസ്റ്റിവലുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. ഇത് തഞ്ചാവൂർ മെയിൻ റോഡിലുള്ള തഞ്ചാവൂരിലെ രാജാവായിരുന്ന രാജരാജൻ്റെ പേരിലുള്ള സൈറ്റ് മ്യൂസിയം. രാജരാജൻ മണിമണ്ഡപം എന്ന പേരിലും അറിയപ്പെടുന്ന ഈ സൈറ്റ് മ്യൂസിയം യുനെസ്കോ വേൾഡ് റെക്കോർഡ് സൈറ്റിൽ ഉൾപ്പെട്ട ബൃഹദീശ്വര ക്ഷേത്രത്തിന് തൊട്ടടുത്താണ്. ചോള രാജവംശകാലത്തുള്ള ക്ഷേത്രകലയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കബാലി സിനിമയിൽ അഭിനയിച്ച ധൻസിക എന്ന ആക്ട്രസിൻ്റെ ജന്മസ്ഥലവും തഞ്ചാവൂരാണ്. തഞ്ചാവൂർ ജില്ലയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു ജില്ലയുടെ വിശേഷമായി വീണ്ടും കാണാം. താങ്ക് യു.